ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇത്ര നേരമായിട്ട് രാജു എന്നെ വിളിച്ചില്ല, വിളിക്കുകയില്ല. കാരണം രാജുവിന്റെ മനസ്സിൽ ഞാനില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, വിളിച്ചാ എന്നോട് ദേഷ്യപ്പെടും, അതുറപ്പാ. എന്റെ മനസ്സിൽ ചിലപ്പോ വർമ്മ സാറിനോടുള്ള സ്നേഹവും ആ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിലേക്ക് വരുമോ എന്നുള്ള ഭയവുമായിരിക്കാം. എന്നാ നീ കാണാതെ പോയത് ആ പെൺകുട്ടിയുടെ മനസ്സാ. ആ കുട്ടിയുടെ മനസ്സിൽ നമ്മളെല്ലാരോടും വലിയ സ്നേഹമായിരുന്നു. ആ കുട്ടി ശരിക്കും അവളുടെ വീട്ടിൽ കഴിയുന്നതിനേക്കാളും ഇവിടെ ഉള്ളപ്പോഴാണ് സന്തോഷിച്ചിട്ടുള്ളതെന്ന് നമ്മളോടെല്ലാരോടും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ നമ്മളെല്ലാരും കൂടെ അതിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയതുപോലെ ആയില്ലേ? രാജു, എന്താ നീ ഒന്നും പറയാത്തെ? രാജു, നീ ഇപ്പൊ പറഞ്ഞ അച്ഛനും അമ്മയും ഞാനും വരാം. നമുക്ക് വർമ്മ സാറിന്റെ വീട്ടിൽ പോയി സംസാരിക്കാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആലോചിച്ചെടുത്ത തീരുമാനമാണത്ര. പാവം ഋതിക മാഡം, ഇനി ആ കുട്ടിയുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? എന്തു പറഞ്ഞ ആ കുട്ടിയെ ആശ്വസിപ്പിക്കും? അത് തന്നെ വേണുവേട്ട എന്റെ വിഷമം. മോനെ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കടാ. മോനെ രാജു, 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 മോനെ, രാജു, മോനെ, മോനെ, കഥവ് തുറക്ക്, കഥവ് തുറക്ക്, രാജു, മോനെ, രാജു, രാജു, അമ്മ പറഞ്ഞു, രാജു, എടാ, രാജു. പ്രിയ, വേണ്ട, അവനെ വിളിക്കണ്ട, നിങ്ങൾ വാ. ഒന്ന് വിളിച്ചു നോക്കട്ടെ? ശരി, വിളിച്ചു നോക്ക്. ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയാലോ. അമ്മ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നീ ഒന്നുകൂടെ വിളിക്ക. ഇല്ലമ്മേ, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. വേണ്ട, മനസ്സ് തകർന്നിരിക്കാവോ ആ കുട്ടി. സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല. അതുകൊണ്ട് പാവത്തിനെ വിളിച്ച് വിഷമിപ്പിക്കണ്ട. എല്ലാവരും വിളിക്കുന്നുണ്ട്, പക്ഷെ രാജു എന്നെ ഒന്നും വിളിച്ചില്ല. ഇതല്ലേ ഞാൻ ആഗ്രഹിച്ചത്? എല്ലാം വർമ്മ സാറിനോട് തുറന്നു പറയാനല്ലേ ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത്. എനിക്ക് വിഷമമായെന്നും ഞാൻ കരയാണെന്നും എന്റെ നെഞ്ച് തകരയാണെന്ന് രാജുവിനറിയും. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഋതിക മാഡം എന്റെ ജീവിതത്തിൽ നിന്ന് പോയി. ഇത്ര നേരമായിട്ട് രാജു എന്നെ വിളിച്ചില്ല, വിളിക്കുകയില്ല. കാരണം രാജുവിന്റെ മനസ്സിൽ ഞാനില്ലല്ലോ.
പക്ഷെ എനിക്ക് എന്താ പറ്റിയേ? ഞാൻ എന്തിനാ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറിച്ചു കളഞ്ഞ ഋതിക മേഡത്തെ കുറിച്ച് ചിന്തിക്കുന്ന? ഋതിക മേഡം, നാടിപ്പ് എന്ത് ചെയ്യായിരിക്കും? ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, വിളിച്ചാ എന്നോട് ദേഷ്യപ്പെടും, അതുറപ്പാ. പക്ഷെ എനിക്ക് പ്രഷർ താങ്ങാൻ വയ്യ. ഋതിക മേഡത്തെ വിളിക്കാം. വേണ്ടായിരുന്നോ? ഋതിക മേഡത്തെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വർമ്മ സാറിനോട് ഞാൻ പറയണ്ടായിരുന്നു. ഏയ്, നീ എന്താ രാജു ഇങ്ങനെ ചിന്തിക്കുന്ന? പാടില്ല, ഒരിക്കലും നീ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഋതിക മേഡം വർമ്മ സാറിന്റെ മകളാ.